ഹായ്, അമലു സ്വാഗതയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൃശ്ശൂർ പൂരത്തോടനുബന്ധിച്ചുണ്ടായ ആനച്ചമയങ്ങൾ ഞങ്ങൾ പോവുകയുണ്ടായി കാണാൻ. അപ്പോൾ അതിൽ തിരുവമ്പാടിയുടെ ആനച്ചമയങ്ങളാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഇപ്പോൾ പാറേമക്കാവിൻ്റെ ഞാൻ ലൈവിൽ ഇട്ടിരുന്നു. അപ്പോൾ തിരുവമ്പാടിയുടെ ആരും കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യുക. ആനച്ചമയങ്ങൾ കാണാൻ പോവാറില്ല. ഇപ്പം നമ്മളെ വീട് അടുത്തായ കാരണം കുറച്ചും കൂടെ അടുത്തായ കാരണം കാണാൻ പോയതാണ്. ഒരുപാട് വർഷങ്ങളായി കാണാൻ പോയിട്ട്. അപ്പം ഇതുപോലെ കാണാൻ പോവാത്തവർക്കും പറ്റാത്തവർക്കും ഒക്കെ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. തൃശ്ശൂരിൻ്റെ സ്വകാര്യ അഹങ്കാരങ്ങളിലൊന്നാണ് തൃശ്ശൂർ പൂരം. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂർ പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരമാണ് നാളെ നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിനോട് അനുബന്ധിച്ചുണ്ടായ ആനച്ചമയങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാഴ്ചവെച്ചിട്ടുള്ളത്. അപ്പോൾ തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ അത്രയും കേമമായൊരു പൂരം തന്നെയാണ്. പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ തന്നെ അതിന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. മേളവീരന്മാരും വാദ്യവീരന്മാരും കരിവീരന്മാരും ചേർന്നുകൊണ്ട് ഒരു ദൃശ്യ വിസ്മയം തന്നെ തീർക്കുന്നു. ഇപ്പോൾ പൂരത്തിനൊന്നും എല്ലാവർക്കും പോകാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ നല്ല തിരക്കായിരിക്കും, ജനസമുദ്രമായിരിക്കും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ വയ്യാത്തവരോ അല്ലെങ്കിൽ പ്രായമായവരൊക്കെ പോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അത് ശാരീരിക ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ. അപ്പോൾ അങ്ങനെ പോകാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഈ ആനച്ചമയങ്ങളൊക്കെ ഒന്ന് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുക. അവർക്കൊക്കെ മനസ്സിന് നല്ലൊരു കുളിർമയാകും. കാരണം പൂരത്തിൻ്റെ ഉള്ളിലേക്ക് തിരക്കിലേക്ക് പോകാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള മനസ്സിന് സന്തോഷം തരുന്ന കാഴ്ചകളൊക്കെ കാണിച്ചു കൊടുക്കുക. അത് കണ്ടാൽ തന്നെ എന്താ പറയുക, നമുക്ക് മനസ്സിനും കണ്ണിനും ഒക്കെ ഒരേപോലെ കുളിർമ തരുന്ന കാഴ്ചകളാണ് ഇതൊക്കെ. ഈ ആനച്ചമയങ്ങളും പൂരത്തോടനുബന്ധിച്ച് നടത്തുന്ന എക്സിബിഷനൊക്കെ എല്ലാവരും ഒന്ന് പോയി കാണണം. ഇതൊക്കെ വളരെ സന്തോഷം തരുന്ന നിമിഷങ്ങളാണ്. ജീവിതത്തിൽ ഇതൊക്കെ മിസ് ചെയ്ത പിന്നെ ഇനി എപ്പോഴാണ് കാണാം. അപ്പോൾ പ്രായമായവർക്കൊക്കെ കാണാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക. അവർക്കൊക്കെ ഒരുപാട് സന്തോഷമാവും. ജീവിതത്തിൽ ഓർത്ത് എടുക്കാനും ഓർക്കാനും ഒക്കെ സുഖം തരുന്ന കാഴ്ചകളാണ് ഇതൊക്കെ. ആലവട്ടവും വെഞ്ചാമരയും നെറ്റിപ്പട്ടവും അതേപോലെ കുറേ ആനക്കുട്ടന്മാരുണ്ടാക്കി വെച്ചിട്ടുണ്ട് മരത്തിൽ. കൊടകളും അതേപോലെ കഴുത്തിൽ കിട്ടുന്ന മണികളും നല്ല ഭംഗി ഉളവാക്കുന്ന കാഴ്ചകൾ തന്നെയാണ് ഇതൊക്കെ. കേരളത്തിനകത്തും പുറത്തുമുള്ള ലക്ഷക്കണക്കിന് ആളുകളാണ് നമ്മുടെ ഈ തൃശ്ശൂർ പൂരം കാണാൻ ഓരോ വർഷവും എത്തുന്നത്. പാറേമക്കാവിൻ്റെയും തിരുവമ്പാടിയുടെയും കൂടാതെ അനവധി ചെറുപൂരങ്ങളുടെയും സംഗമമാണ് വടക്കുന്നാഥന് മുമ്പിൽ നടത്തുന്ന തൃശ്ശൂർ പൂരം. ശക്തൻ തമ്പുരാൻ തുടങ്ങി വെച്ച പൂരം അതിൻ്റെ പ്രൗഢിയും ഭംഗിയും ഓരോ വർഷവും കൂടിക്കൂടി വരികയാണ്. അതാണ് പൂരപ്രേമികളെ തൃശ്ശൂരിലേക്ക് ആകർഷിക്കുന്നത്. മടത്തിൽ വരവ് പഞ്ചവാദ്യവും ഇലഞ്ഞിത്തറ മേളവും നിറങ്ങളുടെ വിസ്മയമായ കുടമാറ്റവും നാദവിസ്മയം തീർക്കുന്ന കരിമരുന്നു പ്രയോഗവും എല്ലാം പൂരത്തിൻ്റെ മാറ്റുകൂട്ടുന്നവയാണ്. കേരളത്തിലെ ആനപ്രേമികളുടെ പ്രിയങ്കരനായ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ മുതൽ നിരവധി കരിവീരന്മാർ പൂരത്തിൽ അണിനിരക്കുന്നുണ്ട്. പൂരം മനോഹരമാക്കാൻ വിപുലമായ ഒരുക്കങ്ങളാണ് ജില്ലാ ഭരണകൂടവും പോലീസും മറ്റു ഡിപ്പാർട്ട്മെൻറ്റുകളും സർക്കാരും ഒരുക്കിയിട്ടുള്ളത്. പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരം നാടിൻ്റെ ജനകീയ ഉത്സവമാണ്. പൂരത്തിനെത്തുന്ന ഓരോ പൂരപ്രേമിയും മനസ്സ് നിറയെ സന്തോഷവും ആവേശവും ഉൾക്കൊണ്ടാണ് പൂരം കണ്ടു മടങ്ങുന്നത്. അതാണ് ഓരോ വർഷവും ഈ ജനസാഗരത്തെ ഇങ്ങോട്ട് ആനയിക്കുന്നത്. കേരളത്തിനകത്തും പുറത്തും ഉള്ള മലയാളികൾ മാത്രമല്ല, വിദേശീയരും മറ്റു സംസ്ഥാനങ്ങളിലുള്ളവരും പതിവായി പൂരത്തിനെത്താറുണ്ട്. ഒരിക്കൽ പൂരം കണ്ടാൽ മുടങ്ങാതെ എല്ലാ വർഷവും പൂരത്തിനെത്താൻ ഓരോ പ്രേമിയുടെയും മനസ്സ് കൊതിക്കും.
ഇഷ്ടപ്പെട്ടത് പാറേമക്കാവിൻ്റെ ആനച്ചമയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പാറേമക്കാവിൻ്റെ ആണോ തിരുവമ്പാടിയുടെ ആണോ ആനച്ചമയങ്ങളിൽ ഇഷ്ടമായതെന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു.